ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 25. എന്തേ അവിടെ തന്നെ നിൽക്കുന്നേ? കം ഇൻസൈഡ്. അവൻ അകത്തേക്ക് കയറിയിട്ടും പിന്നാലെ ചെല്ലാതെ വാതിൽക്കൽ തന്നെ നിന്ന് പരുങ്ങുന്നവളെ നോക്കി അവൻ ഇത്തിരി കടുപ്പത്തിൽ തന്നെ വിളിച്ചു. ഭദ്രൻ്റെ അലറിച്ച കേട്ടതും ഹുഡി ക്യാപ്പ് വെപ്രാളത്തോടെ തലയുടെ മുൻപിലേക്ക് വലിച്ചിട്ടിട്ട് ബാഗ് വയറിന് മുകളിൽ ചേർത്ത് വെച്ചുകൊണ്ട് പേടിയോടെ അവൾ കുറച്ച് നിമിഷങ്ങൾ കൂടി നിന്നു. കമ്മിങ് സർ. ശേഷം പതിയെ പറഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിക്കുന്ന കുട്ടിയെപ്പോലെ ഭദ്രനെയും മറികടന്ന് സുരേഷ് സാറിന് അരികിലേക്ക് പതിയെ ചെന്ന് നിന്ന് പെണ്ണ്. പാർവതിയുടെ ബാഗിങ് തരൂ. സാറ് ചോദിച്ചതും അവൾ അത് വിറയലോടെ അദ്ദേഹത്തിന് നേർക്ക് നീട്ടി. അദ്ദേഹം അത് ടേബിളിന് മുൻപിലേക്ക് വെച്ചു. ഇതെന്താ തുറന്നിരിക്കുന്നത്? ബാഗിൻ്റെ സിബ് തുറന്നിരിക്കുന്നത് കണ്ട് മാരാർ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ വെറുതെ തുറന്നതാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ മുഖം കുനിച്ചു നിന്നു. വർദ്ധിച്ച ഹൃദയമിടിപ്പിനെ വരുതിയിലാക്കുവാൻ പാർവതി വല്ലാതെ ശ്രമിച്ചു. കൈയും കാലും പെരുക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ മുന്നിലെ ഡെസ്കിൽ പിടിച്ചുകൊണ്ട് ചാഞ്ഞു നിന്നു. ക്ലാസ്സിലിരിക്കുന്ന റോഷനെ ഒട്ടൊരു പിടപ്പോടുകൂടി നോക്കിയവൾ. മാത്തൻ്റെ ഹൃദയമിടിപ്പ് ലെക്ചർ ഡേയ്സ് വരെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അവൾക്കപ്പോൾ തോന്നിപ്പോയി. അത്രയും ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നവൻ. അകത്തും കൂടി നോക്കൂ സാറേ. പുറത്തെ കള്ളിയിൽ പരിശോധിച്ച് നോക്കിയതിന് ശേഷം ബാഗ് അടയ്ക്കാൻ പോകുന്ന സുരേഷ് സാറിനോട് ഭദ്രൻ പറയുന്നത് പാർവതി കേട്ടു. ഇയാളെന്താ എന്നോടിങ്ങനെ ശത്രുവിനെ പോലെ പെരുമാറുന്നേ? അവളുടെ നെഞ്ചിടി പേരി വന്നു. ചെന്നൈയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ അവളുടെ ഇറുകിയ ടീഷർട്ടിനുള്ളിലേക്ക് ഇറ്റിറ്റ് വീണൊഴുകിക്കൊണ്ടിരുന്നു. അതിനെ തൂത്തെറിയുവാനായി അവൾ ഹുഡിയുടെ സൈഡ് കൊണ്ട് പതിയെ തുടച്ചിട്ട് അതിൻ്റെ നാട കൊണ്ട് താടിക്കടിവശം പതിയെ കെട്ടിവെച്ചു. സുരേഷ് അവളുടെ ബാഗിൽ നിന്നുള്ള വലിയ കള്ളിയിൽ നിന്നും അവളുടെ ബുക്കുകൾ ഓരോന്നും ടീച്ചർ ടേബിളിന് മുകളിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു. ഭദ്രൻ്റെ കണ്ണുകൾ അതിനുള്ളിലേക്ക് സൂക്ഷ്മമായി പാറി വീണു. റോഷനാണെങ്കിൽ ടെൻഷൻ സഹിക്കാൻ വയ്യാതെ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുപോയി. അവൻ്റെ കണ്ണുകൾ പെണ്ണിൻ്റെ കണ്ണുകളുമായി കൊരുത്തു. താൻ കാരണമാണ് അവൾക്ക് ഈ അവസ്ഥ വന്നതെന്നുള്ള കുറ്റബോധം കൊണ്ട് റോഷൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി. ബാഗിൽ നിന്നും ഫോൺ ഇപ്പോൾ തന്നെ പുറത്തേക്കെടുക്കും. അവളെ എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം. റോഷൻ്റെ തലയപ്പോൾ അത് ആലോചിച്ചുകൊണ്ട് പുകയുകയായിരുന്നു. കുറ്റം താൻ ഏറ്റെടുത്താലും തൻ്റെ ഫോൺ അവളുടെ ബാഗിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എന്ത് സമാധാനമാണ് തനിക്ക് പറയാനുണ്ടാവുക? നിരാശയോടെ അതിയായ സങ്കടത്തോടെ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. എല്ലാം കഴിഞ്ഞു. ഇന്നലെ കൂടെ ഭദ്രൻ സാർ അവളെ ഇഷ്ടമില്ലാത്ത രീതിയിൽ പറയാൻ കഴിഞ്ഞ് വഴക്ക് പറഞ്ഞത് താൻ കേട്ടതാണ്. റോഷൻ്റെ ധൈര്യം മൊത്തം ആ ഒരൊറ്റ ഓർമ്മയിൽ തന്നെ ശരീരത്തിൽ നിന്നും ചോർന്നു പോയിരുന്നു. ഈ കുട്ടിയുടെ ബാഗിൽ ഒന്നുമില്ലല്ലോ. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരശരീരി പോലെ സുരേഷ് സാറിൻ്റെ ഒച്ച ആ ക്ലാസ് റൂമിൽ മുഴങ്ങിക്കേട്ടു. കണ്ണുകൾ മുറുക്കിയടച്ചിരുന്ന റോഷൻ്റെ മിഴികൾ അത് വിശ്വസിക്കാനാവാതെ മിഴിഞ്ഞു വന്നു. സാറ് ശരിക്കും നോക്കിക്കാണില്ലേ ഇനി? അവൻ്റെ ചിന്തകൾ അങ്ങനെയാണ് പോയത്. ഇതിലൊന്നുമില്ല ഭദ്ര. സുരേഷ് സാറിൻ്റെ ഒച്ച വീണ്ടും ചെവി വന്നു പതിച്ചപ്പോൾ ഒട്ടൊരവിശ്വാസത്തോടെ റോഷൻ്റെ കണ്ണുകൾ പാർവതിയിലേക്ക് നീണ്ടു. യാതൊരു ഭാവഭേദവും കൂടാതെ ഒരു പാവയെപ്പോലെ അനങ്ങാതെ ഡെസ്കിൽ ചാരി നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ബാഗിലില്ലെങ്കിൽ ഇവൾ എവിടെ കൊണ്ട് പാത്തു വെച്ച് കാണും ഫോണ്? ഇനി ടീഷർട്ടിനുള്ളിൽ എങ്ങാനും പാത്തു വെച്ചോ? അവൻ ചൂണ്ടുവിരലിലെ നഖം കടിച്ചു പറിച്ചു. ഹുഡി ടീഷർട്ട് ഇറുകിയാണ് ജീനിന് മുകളിൽ കിടക്കുന്നത്. അതിനുള്ളിൽ പാത്തു വെച്ചാലും തൻ്റെ ഫോൺ അതിനുള്ളിലേക്ക് പുറത്തേക്ക് കാണുവാനായി സാധിക്കും. അവൻ്റെ ചിന്തകൾ കാട് കടന്നതും തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ മുടിയിഴകളിൽ കൂടി വിരലുകൾ പിന്നിലേക്ക് നീക്കി. എല്ലാ പെൺകുട്ടികളെയും പരിശോധിച്ച പോലെ ഇവളെയും ചെക്ക് ചെയ്തോളൂ. മാരാർ എന്തോ വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെ സുരേഷ് സാറിൻ്റെ കൂടെ വന്ന ഒരു ലേഡി ലെക്ചറിനോട് പറഞ്ഞു. ഭദ്രൻ പറഞ്ഞതും അവരവളുടെ ദേഹത്തിന് പുറത്തായി പിടിച്ചു നോക്കി. ഒന്നുമില്ല സാർ. ആ മാഡം പറഞ്ഞതും പാർവതിക്ക് തൊലി ഉരിയുന്നത് പോലെ തോന്നി. അവൾ കണ്ണുകളിൽ അഗ്നിയെ ആവാഹിച്ചുകൊണ്ട് ഭദ്രനെ നോക്കി പല്ല് കടിച്ചു. മാരാർ
അവരുടെ നോട്ടം കണ്ടുവെങ്കിലും ഒരു പുച്ഛച്ചിരിയോടെ അതിനെ നേരിട്ടു. അപ്പോഴേക്കും ആ പീരിയഡ് അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള ബെല്ലടിച്ചിരുന്നു. കുട്ടി പോയി ക്ലാസ്സിലിരുന്നോളൂ. അവളെ നോക്കിക്കൊണ്ട് സുരേഷ് അങ്ങനെ പറഞ്ഞിട്ടും അവൾ പോകാതെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നതേ ഉള്ളൂ. ഡ്രസ്സ് കൊള്ളാമല്ലോടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്, കുഞ്ഞു പിള്ളേരെ പോലെ. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ തലയിലെ ഹുഡിയിലൊന്ന് തട്ടിക്കൊണ്ട് പൊതുവെ ഗൗരവക്കാരനായ സുരേഷ് സാർ പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാനാകാതെ അവിടെ നിന്നിരുന്ന മാരാര് പോലും ഒന്ന് ഞെട്ടി എന്നതാണ് ശരി. മറുപടിയായി സാറിനെ ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി, അത്രമാത്രം. ഭദ്രൻ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവൾ തലയ്ക്ക് പിന്നിലായി ഒരു കൈ പിടിച്ചുകൊണ്ട് ബാഗുമായി സ്വന്തം ബെഞ്ചിലേക്ക് ഓടിച്ചെന്നിരുന്നു. പാർവതി, എന്താടി താമസിച്ചേ? അതുകൊണ്ടല്ലേ നിനക്കിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്നേ? അടുത്തിരുന്ന ചാരു കാര്യങ്ങളുടെ കിടപ്പറിയാതെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എടി പാറു, ഞാൻ പേടിച്ചു പോയടി. ഫോൺ എവിടെ അടി പാത്തു വെച്ചേ? പൊടുന്നനെ കാറ്റുപോലെ വേഗത്തിൽ അത്യധികം സങ്കടത്തോടെ പാറുവിൻ്റെ അരികിലേക്ക് റോഷൻ ചെന്നിരുന്നു. എടോ, ഇതെന്താ ഇത്? ഷാരി കണ്ണു വീഴ്ചുകൊണ്ട് തങ്ങളുടെ ബെഞ്ചിൽ വന്നിരിക്കുന്ന റോഷനോട് അന്വേഷിച്ചു. അവൻ്റെ ആ വരവ് അവളിൽ പേടി ഉണർത്തിയിരുന്നു. എടി പാറു, നീ എന്താ ഒന്നും മിണ്ടാത്തേ? മാതൻ്റെ ചോദ്യം വീണ്ടും കേട്ടിട്ടും അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ മുഖത്തെ സങ്കടഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പാർവതിയിരുന്നു. നീ ആ ഫോണെടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു കളഞ്ഞിരുന്നാലും ഞാനൊന്നും പറയില്ലേടി. നീ എവിടെ വെച്ചതെന്ന് പറ ഒന്ന് പാറു. മനുഷ്യൻ ടെൻഷൻ അടിച്ച് മരിച്ചു വീഴാറായി. അവൻ നെറ്റിയിൽ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ഒഴിഞ്ഞിട്ട് അവളെ ആദ്യോടെ നോക്കി. പാറു മൗനമായിട്ട് റോഷനെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ഹുഡിയുടെ കെട്ടുകൾ താടിയുടെ അടിയിൽ നിന്നും പതിയെ അഴിച്ചു മാറ്റി. ശേഷം ഹുഡി ക്യാബ് പിന്നിലേക്ക് നീക്കി ശേഷം കഴുത്തിന് പുറകിൽ അഡ്ജസ്റ്റ് ചെയ്തു വെച്ചിരുന്ന ഫോൺ എടുത്ത് അവന് നേർക്ക് നീട്ടിപ്പിടിച്ചു. എടി നീയ്? അവന് പറയാൻ വാക്കുകളൊന്നും കിട്ടിയില്ല. പെണ്ണിലെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആഞ്ഞു പുണർന്നു, അത്രമാത്രം. അതിൽ വാത്സല്യമോ സൗഹോദര്യമോ ഇഷ്ടമോ സ്നേഹമോ സൗഹൃദമോ എന്തൊക്കെയോ വികാരങ്ങളുടെ സമ്മിശ്രമായ ഭാവങ്ങളായിരുന്നു. അതുകൊണ്ട് കണ്ടുകൊണ്ട് നിന്ന ഷാരി വല്ലാത്തൊരവസ്ഥയിൽ ഇരുന്നു പോയി. കണ്ടു നിന്ന ക്ലാസ്സിലെ ബാക്കി കുട്ടികൾ കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റുഡൻസ്, അടുത്ത ക്ലാസ്സിനായി അകത്തേക്ക് കയറി വന്ന ഭദ്രൻ അവരുടെ ഇരിപ്പ് കണ്ട് തറഞ്ഞു നിന്നുപോയി. എന്താ ഇവിടെ നടക്കുന്നേ? ഭദ്രൻ്റെ അലർജിയിൽ ക്ലാസ് മുഴുവനും കുടുങ്ങി വിറച്ചു. അത്രയ്ക്കുണ്ടായിരുന്ന അവൻ്റെ വേശ്യം. സർ, അത് പിന്നെ. റോഷൻ അവളിൽ നിന്നും ഉടൻ തന്നെ വിട്ടകന്നു. കയ്യിലിരുന്ന ഫോൺ ഡെസ്കിന് താഴെയുള്ള കള്ളിയിലേക്ക് വേഗം തന്നെ ഒളിപ്പിച്ചു. കെട്ടിപ്പിടുത്ത ഉമ്മൊപ്പലൊക്കെ നടത്താനുള്ള സ്ഥലമില്ലത്. ഇതൊരു ക്ലാസ് മുറിയാണ്. ബിഹേവ് യുവർ സെൽഫ്. അവൻ കലിപ്പോടെ പറഞ്ഞതും ഒന്ന് തലയാട്ടി സമ്മതം അറിയിച്ചുകൊണ്ട് മാത്തൻ അവൻ്റെ ബെഞ്ചിലേക്ക് പോയിരുന്നു. ഭദ്രൻ്റെ സംസാരം കേട്ടിട്ട് അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും പാർവതിയെ ഓർത്തതുകൊണ്ട് മാത്രം അവൻ മൗനം പാലിച്ചു. പക്ഷെ പാറു മാത്രം ഭദ്രനെ നോക്കാതെ അവളുടെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നതേയുള്ളൂ. ഒരാണും പെണ്ണും കെട്ടിപ്പിടിച്ചാൽ എന്താ, ഈ ഭൂലോകം ഇടിഞ്ഞ് താഴെ വീഴുമോ? അവള് ഒന്ന് പുച്ഛത്തോടെ മനസ്സിൽ ചിന്തിച്ചു. അല്ലേലും ഈ പട്ടിക്കാട്ടെ വളർന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചതേ പാടും. പാറു അവളുടെ ബാഗിൻ്റെ സിബ് അടച്ചും തുറന്നും കൊണ്ടിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാം. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടിട്ട് പോകണം കേട്ടോ.